തന്റെ വിമർശനം എല്ലാ അധികാരികൾക്കും ബാധകമെന്ന് എം മുകുന്ദൻ. വ്യക്തിപൂജ പാടില്ല, EMS നേതൃപൂജകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണമെന്നും എം മുകുന്ദൻ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, മുകുന്ദന്റെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. നേരത്തെ MTയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, സാഹിത്യകാരന്മാർ ഒക്കെ പ്രതികരിച്ചിരുന്നു. പക്ഷേ MT വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ, ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത് എന്ന് നിരവധി ആളുകൾ പറഞ്ഞിരുന്നു. മുകുന്ദൻ എന്താണ് പറയുന്നത്? ഇന്ന് എം സ്വരാജുമായുള്ള ഒരു സംവാദത്തിൽ MTയുടെ തുല്യമായ വിമർശനങ്ങൾ എം മുകുന്ദനും ഉന്നയിച്ചിരുന്നു. നാം ഇപ്പോൾ ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. തോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു, എന്നാൽ കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നു. അധികാരത്തിൽ ഇരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനങ്ങൾ ഒഴി എന്ന് ആണ്, ജനങ്ങൾ വരുന്നുണ്ട് എന്നത്തെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇന്നത്തെ. ഇതിനുശേഷമാണ് പിന്നീട് ഇതിൽ ഒരു വ്യക്തത തേടി മാധ്യമങ്ങൾ എം മുകുന്ദനെ കണ്ടത്. അപ്പോൾ കൃത്യമായി തന്നെ താൻ പറഞ്ഞ നിലപാടുകൾ എല്ലാ അധികാരികൾക്കും ബാധകമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വ്യക്തിപൂജ ഒരു പാർട്ടിയിലും പാടില്ല എന്നത് തന്നെയാണ് തന്റെ നിലപാട്. EMS നേതൃപൂജകളിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. സംസ്ഥാന സർക്കാർ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചില ഇടർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. എഴുത്തുകാർ അതിനെ വിമർശിക്കും. അത്തരം വിമർശനങ്ങളോട് ഇടതുപക്ഷം സഹിഷ്ണുത കാട്ടണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരുപാട് ത്തിലേക്ക് അല്ലെങ്കിൽ സിംഹാസനത്തിലേക്ക് എത്തുന്നത്, അത് എത്തിക്കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യം ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടിയുള്ള വിമർശനമാണ് തന്റേതെന്ന് എം മുകുന്ദൻ അസന്നിഗ്ധമായി തന്നെ പറയുന്നു. ഒപ്പം MTയുടെ പ്രസ്താവനകൾക്കുള്ള തന്റെ പിന്തുണയും ഇവിടെ അറിയിക്കുന്നു. അഭിലാഷ്, വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.